ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആധികാരികമായി പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹം മുഴുവൻ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സന്ദർഭം. യഹൂദരുടെ ഉന്മൂലന നാശം ആഗ്രഹിച്ചുകൊണ്ട് ഹാമാൻ എന്ന വ്യക്തി പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് യഹൂദർക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന, അതിൻ്റെ അവസാനം യഹൂദരുടെ മരണത്തിൻ്റെ തീയതി നിശ്ചയിച്ചുകൊണ്ട് പേർഷ്യൻ രാജാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന രാജശാസനം. ഇതാ യഹൂദർ കൂട്ടക്കൊല ചെയ്യപ്പെടാൻ ഇനി അധികം സമയമില്ല. ഈ സമയത്ത് മൊർദെഖായി എന്ന യഹൂദനും രാജകൊട്ടാരത്തിലെ സേവകനുമായിരുന്ന വ്യക്തി, തൻ്റെ സംരക്ഷണയിൽ വളർന്നു വന്ന, ഇപ്പോൾ പേർഷ്യൻ രാജാവിൻ്റെ രാജ്ഞി പദത്തിൽ ആയിരിക്കുന്ന എസ്തേറിനെ ഈ വിവരം ധരിപ്പിക്കുകയാണ്. നീയും നിൻ്റെ കുടുംബവും യഹൂദജനം മുഴുവനും സമൂലം നശിപ്പിക്കപ്പെടാനുള്ള സമയമെടുത്തെത്തുകയാണ്. ഇനി നിനക്ക് മാത്രമാണ് എസ്തേർ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. നീ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് നിൻ്റെ ജനത്തിനു വേണ്ടി, യഹൂദ ജനത്തിനു വേണ്ടി നീ രാജാവിനോട് സംസാരിക്കണം. രാജാവിൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരാൻ നീ ഇടപെടണം. ഇതാണ് മൊർദെഖായിക്ക് എസ്തേറിനോട് പറയാനുള്ളത്. പക്ഷേ എസ്തേറിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം അവൾ പേർഷ്യൻ രാജ്യത്തിലെ രാജ്ഞി പദത്തിൽ എത്തി നിൽക്കുന്നവളാണെങ്കിൽ തന്നെയും ഇപ്പോഴിതാ ഒരു രാജകീയ കൽപ്പനയുണ്ട്. രാജാവിൻ്റെ അങ്കണത്തിൽ അനുമതിയില്ലാതെ, രാജാവ് വിളിക്കാതെ പ്രവേശിക്കുന്നവൻ ആരായാലും, അതൊരാണായാലും പെണ്ണായാലും, ആ നിമിഷം വധിക്കപ്പെടണം എന്നതാണ് കൽപ്പന. അല്ലെങ്കിൽ രാജാവ് തൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ ചെങ്കോൽ കൊണ്ട് ആ വ്യക്തിയെ സ്പർശിക്കണം. ഈ വിവരം എസ്തേർ മൊർദെഖായിയെ അറിയിച്ചു. പക്ഷെ മൊർദെഖായി അവളോട് പറഞ്ഞു, ഒരുപക്ഷേ നീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ഇതൊരു ദൈവനിയോഗമായി സ്വീകരിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോവുക തന്നെ വേണം. മൊർദെഖായിയുടെ ഉദ്ദേശം വ്യക്തമായപ്പോൾ എസ്തേർ തിരിച്ച് സന്ദേശം അയച്ചു, ശരി, ഞാൻ പോകാം. എൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പോകാം. എൻ്റെ ജനത്തിനു വേണ്ടി രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് യാചിക്കാനായി ഞാൻ പോകാം. പക്ഷേ എനിക്ക് പ്രാർത്ഥനയുടെ പിൻബലം വേണം. അവൾ മൊർദെഖായിയോട് പറഞ്ഞു, നീയും യഹൂദജനം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വീണു പോകാതിരിക്കാനായി, എനിക്ക് ശക്തി ലഭിക്കാനായി, മരണത്തിൻ്റെ നിഴൽ വീണ വഴികളിലൂടെ നടന്ന് രാജാങ്കണത്തിൽ പ്രവേശിക്കാനായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി വരുന്ന 2 വചനഭാഗങ്ങൾ, അവിടെ മൊർദെഖായി നടത്തുന്ന പ്രാർത്ഥനയും പിന്നീട് എസ്തേർ നടത്തുന്ന പ്രാർത്ഥനയുമാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം.
ഇവിടെ 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മളിനി വായിക്കാനായിട്ട് പോകുന്നത്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞിരുന്നു. 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെയാണ് യഹൂദരെ നശിപ്പിക്കാനുള്ള രാജകൽപ്പന എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടത്. അതിനുശേഷം 3-ാം അധ്യായത്തിൻ്റെ ഒരു ചെറുഭാഗവും 4-ാം അധ്യായവും നമ്മൾ കണ്ടു. ഇതിനും ശേഷമാണ് 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം വരുന്നത്. എന്തുകൊണ്ടാണ് ക്രമരഹിതമായ അധ്യായങ്ങൾ ഇങ്ങനെ വരുന്നത് എന്നതിനെക്കുറിച്ച് മുൻപ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ചില ഭാഗങ്ങൾ കൂടി ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി പിന്നീട് ചേർക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ക്രമരഹിതമായ ഒരു രീതി അധ്യായങ്ങൾക്ക് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം, അതായത് 8 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ, അവിടെ പ്രധാന പ്രതിപാദ്യം മൊർദെഖായിയുടെ പ്രാർത്ഥനയാണ്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഹാമാൻ എന്ന യഹൂദരുടെ ശത്രുവിൻ്റെ കത്തായിരുന്നു യഥാർത്ഥ ഉള്ളടക്കമായി നമ്മൾ കണ്ടത്. തികച്ചും യഹൂദ വിരുദ്ധ നിലപാട് ഉൾച്ചേർത്ത ഒരു കത്തായിരുന്നു അത്. യഹൂദ ജനത്തിൻ്റെ മുഴുവൻ ഉന്മൂല നാശത്തിനുള്ള തീട്ടൂരമായിരുന്നു ആ കത്ത്. യഹൂദരെ രാജ്യദ്രോഹികളായി അവതരിപ്പിച്ചുകൊണ്ടുള്ള കത്ത്. യഹൂദർ കൂട്ടക്കൊല ചെയ്യപ്പെടും എന്ന് കത്തിൽ നിന്നും വ്യക്തമായപ്പോൾ മൊർദെഖായി ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവമാണ് പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ് എന്ന് ഏറ്റുപറയുന്നു. 13-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ മഹത്വവും ആരാധനയും ദൈവത്തിന് മാത്രമാണ് നൽകപ്പെടുക എന്ന് സൂചിപ്പിക്കുന്നു. 13-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ തങ്ങളുടെ വിലാപത്തെ ഒരു ഉത്സവമാക്കി മാറ്റണമേ ദൈവമേ എന്ന പ്രാർത്ഥനയുമാണ് നമ്മൾ കാണുന്നത്. ഇതിലെ ഓരോ ഭാഗവും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ സമയം നിങ്ങളുടെ കൈവശം വിശുദ്ധ ഗ്രന്ഥമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ച് അത് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗം വായിക്കാം. കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദെഖായി പ്രാർത്ഥിച്ചു. കർത്താവേ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവേ, പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കും ആവില്ലല്ലോ. ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ്. കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കും ആവില്ല. പ്രപഞ്ച സ്രഷ്ടാവായ ദൈവമാണ് സകലത്തിൻ്റെയും അതിനാഥൻ എന്നേറ്റു പറയുന്ന പ്രാർത്ഥന. യഹൂദ ശൈലിയിലുള്ള ഒരു പ്രാർത്ഥനയാണിത്. സ്രഷ്ടാവായ ദൈവത്തെ മൊർദെഖായി ഈ പ്രാർത്ഥനയിലൂടെ മഹത്വപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിൻ്റെയും സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവായ ദൈവത്തിൽ അവൻ പ്രത്യാശയർപ്പിക്കുന്നു. മൊർദെഖായി പറയുന്നു, കർത്താവേ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവേ, പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ.
പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം ഇസ്രായേലിൻ്റെ സംരക്ഷകനാണ്. ദൈവമഹത്വം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഈ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് കാരണം അതാണ്. ഈ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം ദൈവജനത്തിൻ്റെ മഹത്വം തന്നെയാണ്. അതുകൊണ്ട് ദൈവജനം കൂട്ടക്കൊല ചെയ്യപ്പെടാൻ പോകുന്ന ഈ വേളയിൽ ദൈവം ശക്തമായ കരങ്ങളോടെ കടന്നു വന്ന് ഇടപെടണം എന്ന യാചന കൂടിയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ലക്ഷ്യം ദൈവമായ കർത്താവിന് നന്ദി പറയൽ കൂടിയാണ്. കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദെഖായി പ്രാർത്ഥിച്ചു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദെഖായി പ്രാർത്ഥിച്ചു. ഇന്നലകളിൽ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട നിമിഷങ്ങളെയും അവരോട് ദൈവം കാണിച്ച കരുണയെയും ഓർത്തുകൊണ്ടുള്ള എല്ലാം അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് മൊർദെഖായി നടത്തുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തേക്ക് വരാം. മഹത്വവും ആരാധനയും ദൈവത്തിന് മാത്രമേ താൻ നൽകുകയുള്ളൂ എന്ന് മൊർദെഖായി ഏറ്റുപറയുന്ന ഭാഗമാണ് ഇത്. 13-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അങ്ങ് എല്ലാം അറിയുന്നു. ഔദത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാൻ്റെ മുൻപിൽ കുമ്പിടാത്തതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളംകാൽ ചുംബിക്കാൻ പോലും ഞാൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ ഞാൻ കുമ്പിടുകയില്ല. ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. എന്തുകൊണ്ടാണ് മൊർദെഖായി ഹാമാൻ്റെ മുൻപിൽ കുമ്പിടാതിരുന്നത് എന്ന് ദൈവത്തിന് മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ഈ സമയം മൊർദെഖായിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് ചിന്തകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം. യഹൂദരുടെ കൂട്ടക്കൊലയ്ക്ക് ഉന്മൂലനാശത്തിന് ഉള്ള ഒരു ഏറ്റവും അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ 2-ാം സ്ഥാനക്കാരനായിരുന്ന ഹാമാൻ്റെ മുൻപിൽ മൊർദെഖായി കുമ്പിട്ട് നിൽക്കാതിരുന്നതാണ്. മൊർദെഖായി ദൈവമായ കർത്താവിനോട് പറയുകയാണ്, ദൈവമായ കർത്താവേ, ഔദ്ധത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ ഒന്നുമല്ല ഞാൻ അഹങ്കാരിയായ ഹാമാൻ്റെ മുമ്പിൽ കുമ്പിടാതിരുന്നത്. മറിച്ച് എന്താണ് കാരണം? ഹാമാൻ്റെ മുമ്പിൽ മൊർദെഖായി കുമ്പിടാതിരുന്നതാണല്ലോ യഹൂദരുടെ കൂട്ടക്കൊല നടത്താനുള്ള തീരുമാനത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന്. അഹങ്കാരമോ ഔദ്ധത്യമോ നിമിത്തമല്ല മൊർദെഖായി ഹാമാനെ വണങ്ങാതിരുന്നത്. പകരം ദൈവമഹത്വത്തോടുള്ള ആദരവും വിധേയത്വവും കൊണ്ടാണ് അവൻ ഒരു മനുഷ്യൻ മാത്രമായ അഹങ്കാരിയായ ഹാമാൻ്റെ മുമ്പിൽ കുമ്പിടാതിരുന്നത് എന്ന് ദൈവമായ കർത്താവിനോട് ഏറ്റുപറയുന്നു. ദൈവമായ കർത്താവിനോടുള്ള ദൈവമഹത്വത്തോടുള്ള ആദരവും വിധേയത്വവും അനന്യവും അവിഭാജ്യവുമാണ്. അത് മറ്റാർക്കും അവകാശപ്പെടുന്ന ഒന്നല്ല. അത് മറ്റാർക്കും നൽകാൻ ഒരു യഹൂദന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ഹാമാൻ്റെ മുമ്പിൽ താൻ കുമ്പിടാതിരുന്നത് എന്ന് ദൈവമായ കർത്താവിനോട് മൊർദെഖായി ഏറ്റു പറയുന്നു. എന്നിട്ട് ആവർത്തിക്കുകയാണ്, ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. ദൈവമഹത്വത്തിന് മുകളിലല്ല മനുഷ്യമഹത്വം. ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള തൻ്റെ വിശ്വസ്തതയും
വിധേയത്വവും തള്ളിപ്പറയാൻ മൊർദെഖായി തയ്യാറല്ല. അവൻ പറയുന്നു, എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല. ഇവിടെ മൊർദെഖായി എന്ന വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് തൊട്ടറിയാൻ സാധിക്കുകയാണ്. തനിക്ക് മരണം സംഭവിച്ചാലും ദൈവമായ കർത്താവിന് നൽകേണ്ട മഹത്വവും ആരാധനയും അവിടുത്തേക്ക് മാത്രമേ ഞാൻ നൽകുകയുള്ളൂ എന്ന് മൊർദെഖായി ഇവിടെ വ്യക്തമാക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 3 വിശ്വാസത്തിൻ്റെ വീരന്മാരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവിടെ രാജാവിൻ്റെ പ്രതിമയെ ആരാധിക്കാതിരുന്നതിൻ്റെ പേരിൽ വലിയ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു, ദൈവമായ കർത്താവിനുള്ള മഹത്വം ഞങ്ങൾ മറ്റൊരു മനുഷ്യന് നൽകുകയില്ല. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ തന്നെ 6-ാം അധ്യായത്തിൽ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നിമിഷം ദാനിയേലും വ്യക്തമായി പറയുന്നു, രാജാവിനോട് ആദരവുണ്ട്, എന്നാൽ ആരാധന ദൈവത്തിന് മാത്രം. ഭൂമിയിലെ അധികാരികളോട് ക്രൈസ്തവന് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, വിധേയത്വമുണ്ട്, എന്നാൽ ആരാധന ദൈവത്തിന് മാത്രമാണ് ഒരു ക്രൈസ്തവന് നൽകാൻ സാധിക്കുക. ഇക്കാര്യം വളരെ വ്യക്തമായി ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. ഈ പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലേക്ക് വിലാപത്തെ ഉത്സവമാക്കി മാറ്റാനായി മൊർദെഖായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. രാജാവും ദൈവവുമായ കർത്താവേ, അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവച്ചിരിക്കുന്നു. ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങേക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു. അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു. പ്രാർത്ഥന വീണ്ടും ഇസ്രായേലിൻ്റെ ചരിത്ര വഴികളിലേക്ക്. ഇസ്രായേലിൻ്റെ ചരിത്ര വഴികളിൽ ഇന്നോളം തൻ്റെ അവകാശമായ ജനത്തെ ദൈവമായ കർത്താവ് സംരക്ഷിച്ചതിൻ്റെ ഓർമ്മകൾ മൊർദെഖായും ജനവും അയവിറക്കുകയാണ്. ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങേക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് അനുഭവത്തിൻ്റെ തീവ്രതയാണ് ഈ പ്രാർത്ഥനയിൽ നിഴലിക്കുന്നത്. ഇസ്രായേൽ എന്ന ഈജിപ്തിലെ അടിമകൾ ഒരു ജനമായതും ദൈവത്തിൻ്റെ ജനമായതും പുറപ്പാട് സംഭവത്തിലൂടെയാണ്. ഇതാ ഇപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെടാൻ പോകുന്ന അതേ ജനത്തെ രക്ഷിക്കാൻ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ എന്നാണ് മൊർദെഖായി പ്രാർത്ഥിക്കുന്നത്. അതായത് ജീവനോടെ ഇരുന്ന് ദൈവസ്തുതി പാടാനുള്ള അനുഗ്രഹം യാചിക്കുകയാണ്. ഒരു ജനമായി ഒരുമിച്ചിരുന്ന് ജീവനോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹം. ഞങ്ങളുടെ മരണം കൊണ്ട് അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നില്ല. ദുരിതങ്ങളെ തരണം ചെയ്ത് ഇസ്രായേൽ ജനം ജീവിക്കുമ്പോഴാണ്
ദൈവത്തിന് മഹത്വമുണ്ടാകുന്നത് എന്ന് പറഞ്ഞ്, ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് എല്ലാ കാലവും മഹത്വമുണ്ടാകട്ടെ. ആ മഹത്വം ലോകത്തിന് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് മഹത്വമുണ്ടാകുമ്പോഴാണ് എന്ന കാര്യം ഈ പ്രാർത്ഥനയിലൂടെ മൊർദെഖായി ദൈവത്തെ ഓർപ്പിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം ജീവിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനുമാണ്. മൊർദെഖായിയുടെ ഈ പ്രാർത്ഥനയിൽ സുവിദിതമായ ഈ ആശയം സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. 30-ാം സങ്കീർത്തനത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു, ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവേ, എൻ്റെ യാതന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഈ സങ്കീർത്തകൻ്റെ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്ന അതേ വാക്കുകളിലാണ് മൊർദെഖായി പ്രാർത്ഥിക്കുന്നത്: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകാൻ വേണ്ടി അങ്ങയുടെ ജനത്തിൻ്റെ മേൽ കരുണ തോന്നി അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ച സ്രഷ്ടാവും ചരിത്ര നിയന്താവുമായ ദൈവം മാത്രമാണ് ഇസ്രായേലിൻ്റെ സംരക്ഷകൻ. ആ ദൈവത്തിന് മാത്രമാണ് സ്തുതിയും മഹത്വവും നൽകേണ്ടത്. ആ ദൈവത്തെ മാത്രമാണ് ഇസ്രായേൽ ആരാധിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്. ഇതെല്ലാമാണ് ഈ പ്രാർത്ഥനയുടെ മനോഹരമായ ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഇന്നലകളിൽ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ രക്ഷിക്കണം എന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുകയാണ്. ഈ 13-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്: എസ്തേറിൻ്റെ പ്രാർത്ഥന. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഓർക്കുക. 4-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു: നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് മൊർദെഖായി തൻ്റെ വാക്കു പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുന്നു. മറുഭാഗത്തിതാ എസ്തേറും ആഴമേറിയ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എസ്തേറിൻ്റെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു എന്നാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യഹൂദരുടെ കൊലയ്ക്ക് ഗൂഢാലോചന നടത്തിയ വിവരം അറിയുന്ന എസ്തേർ രാജ്ഞി മൊർദെഖായി തൻ്റെ ദൂതനിലൂടെ അറിയിച്ച വിവരങ്ങൾ അവളെ പര്യാകുലയാക്കുന്നു. ജനത്തിനു വേണ്ടി രാജസന്നിധിയിൽ ഇടപെടണം എന്ന മൊർദെഖായിയുടെ ആവശ്യം അവളെ ഭയചകിതയാക്കുന്നു. ആശങ്കയുടെയും ഭയത്തിൻ്റെയും നിമിഷങ്ങളിൽ എസ്തേർ രാജ്ഞിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ നിരതയാകുന്നു. എന്തിനാണ് ഈ പ്രാർത്ഥന അവൾ നടത്തുന്നത്? ഒരു കാര്യം വ്യക്തമാണ്: ദൈവനിയോഗത്തെ ഏറ്റെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ് ദൈവനിയോഗത്തിന് ആത്മസമർപ്പണം നടത്താൻ ഓരോ വ്യക്തികളും തയ്യാറാകുന്നത്. ദൈവദൂതനുമായുള്ള ഒരു ആത്മീയ അനുഭവത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ഗത്സമേൻ തോട്ടത്തിലെ രക്തം വിയർക്കുന്ന ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവപുത്രൻ പിതാവിനോട് ഏറ്റുപറഞ്ഞു: പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ, ദൈ വിൽ ബി ഡൺ.
ദൈവനിയോഗത്തിന് ആത്മാർപ്പണം ചെയ്യുന്നവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാവമാണ് ഈ പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് മുമ്പിൽ, അവിടുത്തെ നിയോഗത്തിന് മുമ്പിൽ സ്വയം സമർപ്പിക്കുക എന്നത്. ഇതാ ഇവിടെ എസ്തേർ രാജ്ഞിയും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു പ്രാർത്ഥനയിലൂടെ അവൾ അതിന് തയ്യാറാകുന്നു. ഈ സമയം നമ്മൾ ശ്രദ്ധിച്ചാൽ എസ്തേർ എന്ന ഒരു ഹെബ്രായ വനിത പേർഷ്യൻ രാജാവിൻ്റെ രാജ്ഞിയായി തീർന്നത് മുതൽ ഇതാ തൻ്റെ ജീവനെ തന്നെ പരിത്യജിച്ചുകൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന സമയം വരെയുള്ള സമയത്ത് ഒരു രക്ഷാകരമായ സമയത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ സമയത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കവും വിശദാംശങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം.